മനസ്സമാധാനത്തിനായി കുറച്ച് സമയം എന്ന ഈ വീഡിയോ സീരീസിൽ മനസ്സിനെ എങ്ങനെ റിലാക്സ് ചെയ്യാം എന്ന വിഷയം നമുക്കിന്ന് ചർച്ച ചെയ്യാം. മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന ചിന്തകളെക്കുറിച്ചും അതുണ്ടാക്കുന്ന അഡ്വേഴ്സ് എഫക്ട്സിനെ കുറിച്ചും അത് ഒഴിവാക്കാനോ തടഞ്ഞു നിർത്താനോ ഉള്ള പല രീതികളെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പ്രതിപാദിച്ചു. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം മനസ്സിനെ എങ്ങനെ റിലാക്സ് ചെയ്യാം, ശാന്തിയും സമാധാനവും എങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ മനസ്സിൽ നിലനിർത്താം എന്നതാണ്. മനസ്സിനെ റിലാക്സ് ചെയ്യാനും ശാന്തിയും സമാധാനവും മനസ്സിൽ കൊണ്ടുവരാനും ഉപയോഗപ്പെടുന്ന ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ചില രീതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ സീരീസിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ വളരെ സങ്കീർണമായ മനഃശാസ്ത്ര തിയറികളെക്കുറിച്ചോ സൈക്കോ തെറാപ്പിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. തികച്ചും പ്രാക്ടിക്കലായ അവനവന് ചെയ്യാൻ സാധിക്കുന്ന സ്വന്തം പ്രാക്ടീസിൽ ഒതുങ്ങി നിൽക്കുന്ന ചില രീതികളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് എളുപ്പമാകും എന്ന് കരുതുന്നു. ആദ്യമായി എന്താണ് മനസ്സിൻ്റെ റിലാക്സേഷൻ എന്ന് നോക്കാം. ഫുൾ ടൈം എൻഗേജ്ഡായി ഓരോരോ ചിന്തകളാൽ വിഷമിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മനസ്സിന് ഭയാശങ്കകളൊന്നുമില്ലാതെ സ്വസ്ഥമായി ശാന്തിയിലും സമാധാനത്തിലും ഇരിക്കാൻ കഴിയുക, ഒരു ലാഘവത്വം ഫീൽ ചെയ്യുക, അപ്പൂപ്പൻ താടി പോലെ പാറി പറക്കാൻ മനസ്സിന് കഴിയുക, ഇതൊക്കെ മനസ്സ് റിലാക്സ്ഡ് ആവുന്നതിൻ്റെ അല്ലെങ്കിൽ മനസ്സമാധാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതേ അവസ്ഥയിൽ തുടരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ എങ്ങനെ എന്നതാണ് നമ്മുടെ വിഷയം. ആദ്യമായിട്ട് മനസ്സമാധാനം ലഭിക്കാൻ എന്തൊക്കെ ഒഴിവാക്കണം എന്ന് നമുക്ക് നോക്കാം. അശുഭ ചിന്തകളും അതിനോടനുബന്ധിച്ചുള്ള ഭയാശങ്കകളുമൊക്കെ എങ്ങനെ മാറ്റണമെന്ന്, എങ്ങനെ ഒഴിവാക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ സീരീസിൽ കണ്ടതാണ്. അതല്ലാതെ നമ്മളുടെ പ്രവൃത്തിയിൽ, ദൈനംദിന പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ഒഴിവാക്കണം എന്ന് നമുക്ക് നോക്കാം. ടൈപ്പ് എ പേഴ്സണാലിറ്റി അഥവാ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരവസ്ഥ കുറേയധികം വ്യക്തികളിലുണ്ട്. അത് അവരുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന, വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം എത്ര ഭംഗിയായി ചെയ്താലും, എത്ര പെർഫെക്റ്റായിട്ട് ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത, സംതൃപ്തി ഇല്ലാത്തൊരവസ്ഥയാണ്. പോരാ, സംതൃപ്തി പോരാ, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, പെർഫെക്ഷൻ ആയില്ല, അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഇംപ്രവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നുകൂടെ എന്നുള്ളൊരു തോന്നലോ, ഇത് അവരെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഒരു പ്രവൃത്തി വളരെ മനോഹരമായി ചെയ്തു എന്ന് മറ്റുള്ള എല്ലാവരും പറഞ്ഞാലും അവർക്ക് അത് സന്തോഷമോ സംതൃപ്തിയോ കൊടുക്കുന്നില്ല. പെർഫെക്ഷനിസം ഈസ് ഗുഡ് ഫോർ ദ വർക്ക് ക്വാളിറ്റി ബട്ട് നോട്ട് ഗുഡ് ഫോർ ദ പേഴ്സൺ കൺസേൺഡ് എന്ന് പറയാറുണ്ട്. പെർഫെക്ഷനിസം നമ്മുടെ വർക്കിംഗ് റിസൾട്ടിനെ നന്നാക്കുമായിരിക്കാം, പക്ഷേ ആ വ്യക്തിക്ക് ഒരിക്കലും ഒരു സമാധാനമില്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ടെന്നും പെർഫെക്ഷനിസം എന്ന് പറയുന്നത് 100% ആർക്കും സാധ്യമല്ലെന്നും സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. ഇത്രയൊക്കെ മതി, ഇതുകൊണ്ട് വരുന്ന റിസൾട്ട് മതി എന്ന് സ്വയം ബോധ്യപ്പെടുത്തിയാൽ അതിനുശേഷവും മറ്റുള്ളവരുടെ അപ്രീസിയേഷനോ മറ്റുള്ളവരുടെ സന്തോഷമോ
അഭിനന്ദനങ്ങളോ ഒക്കെ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ മനസ്സ് സ്വയം ഈ തത്വം ഉൾക്കൊള്ളാറുണ്ട്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ടെന്നും ആ ലിമിറ്റിൽ മറ്റുള്ളവരത് ആക്സെപ്റ്റ് ചെയ്യുമെന്നും 100% പെർഫെക്ഷൻ സാധ്യമല്ല എന്നും മനസ്സിനെ ബോധ്യപ്പെടുത്തുക സ്വയം. രണ്ടാമതൊരു വിഷയം ഇംപ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് എന്നതാണ്. സമയാധിഷ്ഠിതമല്ലാത്ത, കൃത്യമായ സമയ അധിഷ്ഠിതമല്ലാത്ത ജോലി ക്രമം എല്ലാം കൂട്ടിക്കുഴയ്ക്കുന്ന, എന്നാൽ ഒന്നും കംപ്ലീറ്റ് ആക്കാതെ വിഷമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. കുറേ അധികം ജോലികളുണ്ട്, ഏത് ആദ്യം ചെയ്യണം, ഏത് എപ്പോൾ ചെയ്യണം എന്നൊന്നും കൃത്യമായ ഒരു ടൈം ഷെഡ്യൂളില്ലാതെ എല്ലാം കുറേശ്ശെ ചെയ്യുകയും എന്നാൽ ഒന്നും പൂർത്തിയാകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. എൻ്റെ ജോലികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതായിരിക്കും അവരുടെ എന്നും സങ്കടം. അതിന് കൃത്യമായ സമയബന്ധിതമായ ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതനുസരിച്ച് കൃത്യമായി വർക്കുകൾ ചെയ്യുകയും ചെയ്താൽ ഇത് മറികടക്കാവുന്നേ ഉള്ളൂ. കൂടുതൽ പ്രാധാന്യമുള്ള, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഫ്രീ ആവും, മനസ്സിന് സമാധാനം ലഭിക്കും, ജോലിയിലെ പെർഫെക്ഷൻ കൂടി വരികയും ചെയ്യും. അതാണ് ഇംപ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് മറികടക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. കൃത്യമായ ഒരു വർക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കുക, അതനുസരിച്ച് മാത്രം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സമാധാനം നിങ്ങളെ തേടി വരും. ഇത് പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് മാത്രമല്ല, വീട്ടമ്മമാർക്കോ ഏത് എൻവയറമെൻറ്റിൽ എങ്ങനെ കഴിയുന്ന വ്യക്തികൾക്കായാലും ഇത് ബാധകമാണ്. അവർക്കുള്ള ജോലികൾ കൃത്യമായി ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റിൽ കൂടെ, ടൈം മാനേജ്മെൻറ്റിൽ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ തുടർന്നുള്ള മനസ്സമാധാനക്കുറവ് അവർക്ക് പരിഹരിക്കാനും കൂടുതൽ നന്നായി റിലാക്സ്ഡ് ആവാനും സാധിക്കും. ഇനി മനസ്സിൻ്റെ റിലാക്സേഷന് വേണ്ടി പരിശീലിക്കേണ്ട ഒരു രീതി നമുക്കൊന്ന് നോക്കാം. ലോകവ്യാപകമായി തന്നെ ധാരാളം വ്യക്തികൾ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു രീതിയാണിത്. ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൻ്റെ മസിലുകൾ റിലാക്സ് ചെയ്യുമ്പോൾ മനസ്സും റിലാക്സ്ഡ് ആവുന്നു എന്നുള്ളതാണ്. ഇത് പല സ്റ്റഡികളിൽ കൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വമാണ്. ഇതിൻ്റെ പരിശീലനം എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിരാവിലെ സുഖപ്രദമായ ഒരു രീതിയിൽ മലർന്ന് കിടക്കുക, കൈകളും കാലുകളും കുറച്ചകത്തി എല്ലാ അവയവങ്ങളും തളർത്തിയിടുക. കാൽപാദം മുതൽ നമ്മുടെ ശിരസ് വരെ ഉള്ള ഓരോ ഭാഗങ്ങളും ക്രമത്തിൽ റിലാക്സ്ഡ് ആകുന്നതായി ഉൾക്കണ്ണുകൊണ്ട് കാണുക. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കാലിൻ്റെ വിരലുകൾ റിലാക്സ്ഡ് ആവുന്നു, പാദം റിലാക്സ്ഡ് ആവുന്നു, കാൽവണ്ണ റിലാക്സ്ഡ് ആവുന്നു, കാൽത്തുടകൾ റിലാക്സ്ഡ് ആവുന്നു, അരക്കെട്ട് റിലാക്സ്ഡ് ആവുന്നു. അങ്ങനെ പോയി ശിരസിൻ്റെ ഭാഗങ്ങൾ വരെ കണ്ണും മൂക്കും ചെവിയും എല്ലാം റിലാക്സ്ഡ് ആകുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണുക. അതിന് ശേഷം ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് വയറിന്മേൽ ശ്രദ്ധിക്കുക. നമ്മളെല്ലാ അവയവങ്ങളും റിലാക്സ്ഡായി എന്ന് സങ്കല്പിച്ച് കഴിയുമ്പോൾ തന്നെ ശരീരത്തിന് ഒരു ഭാരക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തകളെ വയറിന്മേലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ദീർഘമായി ശ്വാസം എടുക്കുമ്പോൾ വയറ് പൊന്തി വരുന്നതായും ശ്വാസം കംപ്ലീറ്റ് വിടുമ്പോൾ വയറ് ചുരുങ്ങുന്നതായും അനുഭവിക്കുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. അങ്ങനെ കുറച്ച് സമയം ശ്വാസോച്ഛ്വാസം നടത്തി കഴിഞ്ഞാൽ മനസ്സും ഭാരം കുറയുന്നതായി നമുക്ക് അനുഭവപ്പെടും. മൊത്തം ഒരു ലാഘവത്വം, ഒരു ഫെദർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതനുഭവിച്ചുകൊണ്ട് ശ്വാസം സാധാരണ നിലയിലാക്കി കുറച്ച് സമയം കിടക്കുക. ആ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ശാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ
മെല്ലെ ശരീരഭാഗങ്ങൾ അനക്കി എണീറ്റിരിക്കാം. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഓട്ടോ സജഷൻ കൊണ്ടുവരിക. അത് ഇങ്ങനെയാണ്: ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ മനസ്സമാധാനമുള്ള വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള കഴിവുണ്ട്. ഈ 3 സെൻറ്റൻസ് മനസ്സിൽ റിക്കളക്റ്റ് ചെയ്യുക, പറയുകയല്ല, മനസ്സിൽ റിക്കളക്റ്റ് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം ഒരു മന്ത്രം ചാൻറ്റ് ചെയ്യുന്ന പോലെ മനസ്സിൽ കൂടെ അത് ഓടിക്കുക. അത് കഴിഞ്ഞ് മെല്ലെ കൈകൾ കൂട്ടി തിരുമ്മി കണ്ണിൽ വെച്ച് കണ്ണിന് ചൂട് കൊടുത്തുകൊണ്ട് കണ്ണുകൾ തുറക്കാം. ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കാം. മറ്റ് രോഗങ്ങളൊന്നുമില്ലാത്ത സാധാരണ ആരോഗ്യമുള്ള വ്യക്തികൾക്ക് കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് തന്നെ വളരെയധികം മനഃശാന്തിയും മനസ്സുഖവും റിലാക്സേഷനുമൊക്കെ ഈ ഒരു രീതി കൊണ്ട് ഫീൽ ചെയ്യുന്നത് ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട്. റിലാക്സേഷൻ ടെക്നിക്സും ഓട്ടോ സജഷൻ ടെക്നിക്സും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വളരെ വിജയപ്രദമായ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ വിവരിച്ച് കേട്ടത്. ഇത് പ്രാവർത്തികമാക്കുക. തീർച്ചയായും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഫലം നമ്മൾക്ക് അനുഭവപ്പെടും. അത് തുടർന്നുകൊണ്ട് പോവുക. തീർച്ചയായും വളരെയധികം മനസ്സമാധാനവും ശാന്തിയും കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള കഴിവും ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശേഷം അടുത്ത വീഡിയോ ക്ലിപ്പിൽ കാണാം.